ഹലോ നമസ്കാരം എല്ലാവർക്കും അമൃത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു നോർത്ത് ഇന്ത്യൻ ചിക്കൻ റെസിപ്പിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. ചിക്കൻ ബുന മസാല ഒരു സൂപ്പർ റിച്ച് ഗ്രേവി ആയിട്ടുള്ളൊരു കറി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ, 2 വലിയ തക്കാളി ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, തൊലി ഒഴിവാക്കിയിട്ട്, 3 സവാള ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക്, 2.5 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കടലമാവ് കടലപ്പൊടി, 4 വറ്റൽ മുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കരിഞ്ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 8 ഏലക്കായ, 8 ഗ്രാമ്പു, കുറച്ച് കസൂരി മേത്തി, 1 ടീസ്പൂൺ നെയ്യ്, കുറച്ച് മല്ലിയില, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ തൈര് പുളിയില്ലാത്തത്, 1 ടീസ്പൂൺ ഗരം മസാല. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനെ ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. തൈരിൻ്റെ പകരം നമുക്ക് നാരങ്ങ നീരെടുക്കാം, അതുപോലെ തന്നെ വിനേഗർ എടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുക്കുമ്പം നമ്മുടെ ചിക്കൻ നല്ലൊരു ജ്യൂസി എഫക്റ്റ് കിട്ടും. അതിനു വേണ്ടിയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അടുത്തതായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ച് ചേർക്കാം, 1 ടേബിൾ സ്പൂൺ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയിൽ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോഴേക്കും നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. നമുക്കൊരു പാന് ചൂടാക്കാനായിട്ട് വെക്കാം. എന്നിട്ട് കുറച്ച് ഹോൾ സ്പൈസസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. പാന് ചൂടായിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് കുരുമുളക്, ഏലക്കായ, ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ എടുത്തു വെച്ചിട്ടുള്ള 4 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് ചെയ്യാൻ, കരിഞ്ഞു പോകണ്ട. നല്ലൊരു സ്മെല്ല് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ഉണക്കമുളകൊക്കെ ഒന്ന് നല്ല ഒരു ക്രഞ്ചി ആവും. അപ്പോൾ നമ്മുടെ സ്പൈസസ് നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. മസാല റെഡിയാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ പാന് ചൂടാക്കാൻ വയ്ക്കാം. പാന് ചൂടാവുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചെടുക്കാം.
നന്നായി ചിക്കനിൽ ഇങ്ങനെ പെരണ്ടിരിക്കണം. വരട്ടിയ ചിക്കൻ എന്നൊക്കെ പറയും, പക്ഷെ വരട്ടി അത്രയ്ക്കും വരട്ടണ്ട. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഈ മസാല ഗ്രേവിയിൽ കോട്ട് ചെയ്തിട്ടിരിക്കണം. അതാണ് ചിക്കൻ ബുന മസാല. ശരിക്കും ഇത് മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി വരുന്നത്. കുറച്ച് സ്പൈസിയും കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഒരു ഡിഷാണ്. സവാള നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിന്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായി വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കാം. ഇഞ്ചി വെളുത്തുള്ളിന്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്, നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം 3 ടീസ്പൂൺ. അതുപോലെ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കാം. സിമ്മിൽ തന്നെ ഇടാം, പൊടികൾ കരിഞ്ഞു പോകണ്ട. ഇതിന്റെ പച്ചമണം മാറുമ്പോൾ നമുക്ക് തക്കാളി ഗ്രേറ്റ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ വെള്ളമൊക്കെ വറ്റി വരുന്ന വരെ നന്നായി നമുക്ക് വഴറ്റിയെടുക്കണം. തക്കാളി 2 എണ്ണം ഗ്രേറ്റ് ചെയ്തെടുത്താണ്, തൊലി ഒഴിവാക്കിയിട്ട്. എല്ലാവരും ചിക്കൻ ബുന മസാല ഉണ്ടാക്കി നോക്കണം, ഒരു അടിപൊളി ഡിഷാണ്. നിങ്ങൾ പലരും ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഉണ്ടാക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നല്ല ഗ്രേവി റിച്ച് ആയിട്ടുള്ളൊരു സംഭവമാണ്. ചിക്കൻ ഗ്രേവിയിൽ നന്നായി പരണ്ടിരിക്കും. തക്കാളിയിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്, നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള 2 പച്ചമുളക് ചേർക്കാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കടലപ്പൊടി നമ്മുടെ മസാലയ്ക്ക് ഒരു നല്ലൊരു ബൈൻഡിങ് കൊടുക്കും. ചിക്കനിൽ നന്നായി പരണ്ടിരിക്കും. ഒരു ബൈൻഡിങ് ഏജന്റ് ആയിട്ടാണ് നമ്മളിതിൽ ചേർക്കുന്നത്. നന്നായി നമുക്ക് യോജിപ്പിച്ചെടുക്കാം. കണ്ടില്ല, നല്ലൊരു ഇപ്പം തന്നെ ഒരു ബൈൻഡിങ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് പെരിഞ്ജീരകമാണ്. ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായി നമുക്കൊന്ന് ചിക്കൻ ഇപ്പം ഉള്ള കളറൊക്കെ ഒന്ന് മാറി വരുന്ന വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം ചിക്കൻ ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാൻ വെക്കാം. നമ്മൾ ചിക്കൻ തുറന്നു നോക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനായിട്ട് സാധ്യത ഉണ്ട്. നമ്മൾ കടലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തതാണ്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കരിഞ്ജീരകം ചേർക്കാൻ പോവാണ്. ഓണിയൻ സീഡ്സ് എന്ന് പറയും, കാലോഞ്ചി എന്ന് പറയും. നമുക്ക് ചേർക്കാം. നല്ലൊരു ഫ്ലേവറാണ് തരുന്നത്. പിന്നെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. ഭയങ്കര ബെനിഫിറ്റ്സ് ഉള്ളൊരു സംഭവമാണ്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. പൊടിച്ച് ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തിയുടെ ഫ്ലേവർ നല്ലൊരു ചേഞ്ചാണ് നമ്മുടെ കറിക്ക് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗീ. നോർത്ത് ഇന്ത്യൻസിൻ്റെ ഫുഡിൽ അധികം അവർ ഗീയും ബട്ടറും ഒക്കെ യൂസ് ചെയ്യും. എടുത്തു വെച്ചിട്ടുള്ള മല്ലിയില കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം.
നമ്മുടെ ചിക്കൻ ബുന മസാല റെഡി ആയിട്ടുണ്ട്. ഒരു അടിപൊളി ഗ്രേവി റിച്ച് കറിയാണ്. ഗസ്റ്റ് വരുമ്പോഴും എന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു കറിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.